ഒടുവിൽ ഹൈക്കോടതി അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മൃഗങ്ങളുടെ അവകാശത്തേക്കാൾ വലുതാണ് മനുഷ്യാവകാശം. തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ പരാമർശം. ഇതുമാത്രമല്ല, തെരുവുനായകളുടെ ആക്രമണം എന്ന പ്രശ്നത്തെക്കുറിച്ച് കോടതി അതീവ ഗൗരവത്തോടെ മറ്റു പലതും പറഞ്ഞു. സർക്കാരിനും മൃഗസ്നേഹികൾക്കും എല്ലാമുള്ള താക്കീതോ മുന്നറിയിപ്പോ ആയിരുന്നു അത്. തെരുവുനായ ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തെ നിയമ വിദ്യാർത്ഥിനി കീർത്തന സരനും മറ്റുള്ളവർ നൽകിയ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ നിരീക്ഷണം. തെരുവുനായ മനുഷ്യനെ കടിച്ചാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയാകും ഉത്തരവാദിയെന്നും ഹൈക്കോടതി കടുപ്പിച്ചു പറഞ്ഞു. നടപ്പാക്കാൻ കഴിയുന്ന പരിഹാര മാർഗങ്ങളാണ് സർക്കാർ കൊണ്ടുവരേണ്ടത്. തെരുവുനായ്ക്കളുടെ സംരക്ഷണം മൃഗസ്നേഹികളെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. കേസിൽ കക്ഷി ചേർന്ന മൃഗസ്നേഹികളോട് കൂട്ടായ്മയുണ്ടാക്കി കാര്യങ്ങൾ ചെയ്യാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 2 മുതൽ 3 ലക്ഷം വരെ തെരുവുനായ്ക്കൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളതെന്നാണ് സർക്കാർ കോടതിയിൽ നൽകിയ കണക്ക്. ഈ കണക്ക് കോടതി തള്ളി. 50 ലക്ഷം തെരുവുനായ്ക്കളെങ്കിലും ഇവിടെ ഉണ്ടാകും. 6 മാസത്തിനകം 1 ലക്ഷത്തോളം പേരെങ്കിലും തെരുവുനായ്ക്കൾ കടിച്ചിട്ടുണ്ട്. 16 പേർ മരിച്ചു. വന്യജീവി ആക്രമണങ്ങളെ പോലെ തെരുവുനായ ആക്രമണങ്ങളെയും ദുരന്ത നിവാരണ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം സ്വാഗതാർഹമാണ്. തെരുവുനായ പ്രശ്നത്തിന് പലരും പല പരിഹാരങ്ങളും മുന്നോട്ട് വെച്ചു. സർക്കാർ പലതും തുടങ്ങി വെച്ചു. വന്ധ്യംകരണം മുതൽ ദയാവധം വരെ ഒന്നും ഫലപ്രദമായില്ല എന്നതാണ് അനുഭവം. നിസ്സഹായതയുടെ നിലവിളികളും നായകടിയുടെ മുറിപ്പാടുകളിൽ നിന്നെത്തിയ ചോരത്തുള്ളികളും ഇപ്പോഴും കേരളത്തിലെ തെരുവുകളെ ഭീതിതമാക്കുന്നു. വന്ധ്യംകരണത്തിന് തെരുവുനായ്ക്കളെ പിടികൂടാൻ ആളെ കിട്ടാനില്ല. പിടികൂടുന്നവയെ സൂക്ഷിക്കാൻ അഭയകേന്ദ്രങ്ങളുമില്ല. 15 ABC കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. അതിനിടയിലും പുതുതായി 5 കൂടി തയ്യാറാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ABC സംബന്ധിച്ച നിബന്ധനകൾ കേന്ദ്രം അടുത്തിടെ കർശനമാക്കിയതോടെ കാര്യങ്ങൾ കൂടുതൽ വിഷമത്തിലായി. CCTV, ഇൻസിനറേറ്റർ, 2000 ABC എങ്കിലും ചെയ്ത് പരിചയമുള്ള മൃഗഡോക്ടർ, സെന്ററിൽ ഇവയെല്ലാം വേണം. ഇക്കാര്യം മന്ത്രി MP രാജേഷും അടുത്ത ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. കേന്ദ്രത്തെ കുറ്റം പറയുകയല്ലാതെ മന്ത്രിയുടെ കയ്യിൽ പരിഹാരം കാര്യമായൊന്നുമില്ല. എന്തായാലും നായ്ക്കളുടെ പല്ലിന് ശൗര്യം പണ്ടത്തേക്കാൾ കൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തെരുവുനായ ആക്രമണങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഇരകൾക്ക് ആശ്വാസം നൽകുന്നതിൽ ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. 2016 സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഈ 3-അംഗ സമിതി റിട്ടയർഡ് ജസ്റ്റിസ് S സിരിജഗന്റെ നേതൃത്വത്തിൽ തെരുവുനായയുടെ കടിയേറ്റവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും നഷ്ടപരിഹാരം നിശ്ചയിച്ച് നൽകാനുള്ള ചുമതലയാണ് നിർവഹിച്ചിരുന്നത്. എങ്കിലും കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഫണ്ടിന്റെ അപര്യാപ്തതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമൊക്കെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ഇരകളിൽ പലർക്കും നഷ്ടപരിഹാരത്തിനുള്ള സാധ്യതയെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഏകദേശം 9000 അപേക്ഷകൾ ലഭിച്ചതിൽ 1000 എണ്ണത്തിൽ മാത്രമാണ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് നഷ്ടപരിഹാര അപേക്ഷകൾ പരിഗണിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള ചുമതല ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികൾക്ക് കൈമാറാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം പ്രസക്തമാകുന്നത്. സിരിജഗൻ കമ്മിറ്റി സ്വീകരിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെ ഈ ജില്ലാതല സമിതികൾക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കും. സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ജില്ലാതല കമ്മിറ്റിയിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എന്നിവരാണ് അംഗങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് 2023 നവംബറിലെ ഒരു കോടതി വിധിയുമുണ്ട്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം അടിവരയിട്ട് ഉറപ്പിക്കുന്ന വിധി പറഞ്ഞത്. തെരുവുനായയുടെ കടിയേറ്റാൽ ഓരോ പല്ലിന്റെയും അടയാളത്തിന് 10,000 രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ശ്രദ്ധേയമായ ആ വിധി. മുറിവിന്റെ ആഴം കൂടുന്തോറും തുകയും കൂടും. പേവിഷബാധ കാരണമുള്ള മരണം തടയുന്നതിന് നടപടികൾ വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടതും അടുത്തിടെയാണ്. മനുഷ്യരുടെ പരിണാമ ചരിത്രത്തിൽ നായ്ക്കൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. അത് പരസ്പര സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റേതുമാണ്. അതേസമയം അവയുടെ ക്ഷേമത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കെ ചെന്നായ്ക്കളിൽ നിന്നുള്ള അവയുടെ പരിണാമത്തിന്റെ ഫലങ്ങളും മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്നു. പ്രശ്നം നേരിടുന്നതിൽ അങ്ങനെയൊരു ധർമ്മസങ്കടം കൂടിയുണ്ട്. എന്തായാലും വന്ധ്യംകരണത്തിലൂടെയും പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയും നായ്ക്കളുടെ എണ്ണം കുറയുമെന്ന പ്രതീക്ഷ വൃഥാവിലാണ്. തെരുവുനായ്ക്കൾ ഉയർത്തുന്ന ഭീഷണി പൊതുജനാരോഗ്യ പ്രതിസന്ധിയായി അംഗീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. തുടർന്ന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും നിയമ ഭേദഗതികൾ വരുത്തുകയും വേണം. എല്ലാറ്റിലും ഉപരി സർക്കാരുകളുടെ ഇച്ഛാശക്തിയും പൊതുജനങ്ങളുടെ സഹകരണവും വേണം. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വാദപ്രതിവാദങ്ങളുടെ കോലാഹലവും മറുഭാഗത്ത് കടിയേറ്റവരുടെ നിലവിളികളും ഉയർന്നുകൊണ്ടേയിരിക്കും.